കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അധികം ആർക്കും അറിയാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരുടെ കയ്യിലും ഓരോ ഫോൺസ് ഉണ്ട്, സ്മാർട്ട് ഫോൺസ് ഉണ്ട്. പല മൊബൈലിൻ്റെ പല ബ്രാൻഡിൻ്റെ പല മോഡൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. സാംസങ് ഉള്ള ആൾക്കാരുണ്ട്, ആപ്പിളിൻ്റെ ഐഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹോണർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, LG യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുതിയൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഫോണുകളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും പറയുന്ന റിവ്യൂസ് നോക്കിയാലൊക്കെ കാണുക ബെസ്റ്റ് ഫോൺസിനെ കുറിച്ചാണ്. ടോപ്പ് 10 ഫോൺസ്, ബെസ്റ്റ് പെർഫോമൻസ് ഫോൺസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ലിസ്റ്റുകളും വലിയ ഡിസ്ക്രിപ്ഷൻസും വരും. പുതിയ ഫോൺസ് ഇറങ്ങുന്ന സമയത്ത് പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഫോൺസിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ അപ്ഡേഷൻ വരുമ്പോൾ അതിനെക്കുറിച്ചാണ് എപ്പോഴും ന്യൂസസും ഇൻഫർമേഷൻസും വരിക. പക്ഷേ ഫെയിലിയർ റേറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ വേഴ്സ്റ്റ് പെർഫോമൻസ് ഉള്ള ഫോൺസിനെ കുറിച്ചിട്ട് അധികം ആർക്കും അറിയില്ല അല്ലെങ്കിൽ പറയാറില്ല. ബ്ലാങ്കോ എന്ന് പറയുന്ന ഡാറ്റ സെക്യൂരിറ്റി കമ്പനി ഇപ്പോൾ വലിയൊരു സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം വേഴ്സ്റ്റ് ആയിട്ടുള്ള ചില മോഡൽസും ചില ബ്രാൻഡ്സും ഏതൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഫെയിലിയർ റേറ്റ് കൂടിയ ഫോൺസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ള ഫോൺ എന്നാണ് ആ ഒരു വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ഫെയിലിയർ റേറ്റ് കൂടുതലാവുമ്പോൾ ആ ഫോണിൻ്റെ ചിലപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് OSൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ക്യാമറ പഴയതുപോലെ വർക്ക് ആവുന്നില്ല, സ്പീക്കർ പഴയതുപോലെ കിട്ടുന്നില്ല, അതേപോലെ ഫോൺ സ്ലോ ആയി പോകുന്നു. ഇപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ കേടായിപ്പോയി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പിന്നെ ഇപ്പോൾ പുതിയതൊന്നും എടുക്കണം, ഇങ്ങനെയൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ഫെയിലിയർ റേറ്റ് കൂടിയ ഫോൺസിനെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നല്ല ഫോൺസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നീണ്ട കാലാവധിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൺസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ വാങ്ങിയ സമയത്തുള്ള പെർഫോമൻസ് ആയിരിക്കില്ല ശരിക്കും ആ ഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഏതൊരു ഫോണിനെ നമുക്ക് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാലേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫോണിന് ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ല പുതിയൊരു ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേഴ്സ്റ്റ് ഫെയിലിയർ റേറ്റ് ഉള്ള ഫോൺസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഫോൺ എടുക്കുമ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ US-ലും അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിലും മോസ്റ്റ് ഫെയിലിയർ റേറ്റ്സ് ഉള്ള ഫോൺസിനെ നോക്കാം. സാംസങ്, അതുപോലെ ഷോമി, ഹോണർ, ZTE അങ്ങനെ തുടങ്ങിയിട്ടുള്ള LG തുടങ്ങിയ പ്രധാനപ്പെട്ട പല ബ്രാൻഡ് ഫോൺസും ഫെയിലിയർ റേറ്റ്സ് കൂടിയ ഫോൺസിൻ്റെ ഗണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ ഫെയിലിയർ റേറ്റ് കൂടിയത് ഏതൊക്കെയാണെന്നാണ്. ഫെയിലിയർ റേറ്റ് കൂടുതലുള്ള ആദ്യത്തെ 10 ആൻഡ്രോയിഡ് ബ്രാൻഡുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ബ്രാൻഡ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് സാംസങ് ആണ്. സാംസങ്ങിന് 34% ഫെയിലിയർ റേറ്റ്. ഷിയോമി 13%, മോട്ടറോള 9%, LG 7%, ലെനോവോ 6%, ഇൻഫോക്കസ് 4%, HMD ഗ്ലോബൽ, അതായത് നോക്കിയ ബ്രാൻഡാണ് HMD ഗ്ലോബൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന് 4% ആണ് വരുന്നത്. ഹുവാവേ 4%, OnePlus 3%, ZTE 2%. ഇങ്ങനെയാണ് മാനുഫാക്ചറേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡ്സിൻ്റെ ഫെയിലിയർ റേറ്റ് വരുന്നത്. ഇതിനോടടുത്ത് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് മോഡൽസിൽ ഏതൊക്കെയാണ് ടോപ്പ് 10 ഫെയിലിയർ റേറ്റ്സ് ഉള്ള അല്ലെങ്കിൽ കേടാവാൻ സാധ്യതയുള്ള ഫോൺസ് നോക്കാം. ഏറ്റവും കൂടുതൽ കേടാവാൻ സാധ്യതയുള്ളത് ഷിയോമിയുടെ റെഡ്മി 4 ആണ്. 9% ആണ് ഇതിൻ്റെ ഫെയിലിയർ റേറ്റ് വരുന്നത്. സെക്കൻഡ് സ്ഥാനത്തുള്ളത് മോട്ടറോളയുടെ മോട്ടോ G5s Plus എന്ന് പറയുന്ന മോഡലാണ്. 6% ആണ് അതിൻ്റെ ഫെയിലിയർ റേറ്റ് വരുന്നത്. തൊട്ട് പുറകിലായിട്ട് ലെനോവോയുടെ K8 നോട്ട് ഉണ്ട്, 5% ആണ്. പിന്നെ വരുന്നത് നോക്കിയ 6ന് 4%, സാംസങ് ഗാലക്സി S7ന് 3%, സാംസങ് ഗാലക്സി S8 Plusന് 3%, സാംസങ് ഗാലക്സി S7 ആക്റ്റീവിന് 3%, ഷിയോമിയുടെ റെഡ്മി Y1ന് 2%, സാംസങ് ഗാലക്സി S6ന് 2%, സാംസങ് ഗാലക്സി S7 എഡ്ജിന് 2%. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിനെയാണ് നോക്കിയത്. ഫെയിലിയർ റേറ്റ് കൂടുതലുള്ള ആപ്പിളിൻ്റെ ഫോൺസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. iPhone 6 ആണ് ഏറ്റവും കൂടുതൽ ഫെയിലിയർ റേറ്റ് ഉള്ളത്. 26% ആണ് അതിന് വരുന്നത്. പിന്നെ വരുന്നത് iPhone 6s 14% ആണ് വരുന്നത്. 6s Plus തൊട്ട് പുറകെയുണ്ട്. 6s Plusഉം 7 Plusഉം 6 Plusഉം
ഈ 3 മോഡൽസിനും 9% ആണ് ഫെയിലിയർ റേറ്റ് വരുന്നത്. ഐഫോണിൻ്റെ 7 വരുന്നത് 8% ആണ്. ഐഫോണിൻ്റെ 5S എന്ന് പറഞ്ഞ മോഡലിന് വരുന്നത് 6% ആണ്. ഐഫോണിൻ്റെ SE മോഡലിനും 6% ആണ് വരുന്നത്. ഐഫോണിൻ്റെ 8+ന് 2%ഉം ഐഫോണിൻ്റെ 5 എന്ന് പറഞ്ഞ മോഡലിന് 2%ഉം. ഇങ്ങനെയാണ് ഫെയിലിയർ റേറ്റ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പല ഫോൺസും ചിലപ്പോൾ ഗ്യാരണ്ടീഡ് പീരീഡ് കഴിയാറാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും കേടാകുന്നത്, സ്ലോ ആകുന്നത്, ആദ്യത്തെ പെർഫോമൻസ് ഇല്ലാത്തതൊക്കെ ഈ ഒരു ഫെയിലിയർ റേറ്റ് കൂടിയ മോഡൽസിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പം ആക്ച്വലി ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊബൈൽ ബ്രാൻഡായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്നത് സാംസങ് ആണ്. ഇവിടെ ഫെയിലിയർ റേറ്റ് കൂടിയത് നോക്കുമ്പോഴും ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് സാംസങ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇതിൻ്റെ ഫെയിലിയർ റേറ്റ് വന്നിരുന്നത് 50%-നേക്കാളും കൂടുതലായിരുന്നു. ഇപ്രാവശ്യം 34% ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഫെയിലിയർ റേറ്റിൻ്റെ കണക്കിൽ ഇത് വളരെ കൂടുതലാണ്. ഏറ്റവും പെട്ടെന്ന് കേടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായിട്ട് സാംസങ് കയറി എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ടൊരു ഇഷ്യൂ തന്നെയാണ്. സാംസങ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരും പറയാറുണ്ട് ഫോൺ സ്ലോ ആകുന്നു. എങ്കിലും സാംസങ് എന്ന ബ്രാൻഡിനോട് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പല ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് സാംസങ് തന്നെ വാങ്ങിക്കുക തന്നെയാണ് ചെയ്യാറ്. അതേപോലെ വേഴ്സ്റ്റ് മാനുഫാക്ചറർ അല്ലെങ്കിൽ വേഴ്സ്റ്റ് ബ്രാൻഡിൽ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത് പോലെ തന്നെ മോഡൽസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് വേഴ്സ്റ്റ് ഫോൺസിൽ ആ 10 5 മോഡൽസും സാംസങ്ങിൻ്റെയാണ്. അതും ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് 7, അതുപോലെ 7+ ആക്റ്റീവ് എന്ന് പറഞ്ഞ മോഡൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മോഡൽസ് ഒക്കെ തന്നെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഫോൺസ് പെട്ടെന്ന് കേടാവുക എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഇതേ ഫീച്ചറിലുള്ള വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും. ഇനി ടോപ്പ് 10 മറ്റ് ഫോൺസ് ഇപ്പോൾ ഷോമിയുടെ Y1 അങ്ങനത്തെ ഫോൺസൊക്കെ തന്നെ 4 ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫ്ലാഷ് സെയിൽ വെക്കുന്ന സമയത്ത് വിത്തിൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഫുൾ സെയിലായി പോകുന്ന അത്രയും ജനപ്രീതിയുള്ള ഒരു ബ്രാൻഡാണ്. ആ ഒരു ലെവലിൽ വരുന്ന ബാക്കി ഫോൺസൊക്കെ തന്നെ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ എന്നതിനേക്കാൾ ഉപരി ബഡ്ജറ്റ് ഫോൺസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ബഡ്ജറ്റ് ഫോൺസിലാണ് ബാക്കിയുള്ളത് വരുന്നതെങ്കിലും സാംസങ്ങിൻ്റെത് ഏറ്റവും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ വേൾഡ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഐഫോൺ 6-നാണ് 24% ആയിട്ട് ഫെയിലിയർ റേറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഐഫോൺ 10 ഒന്നും ഇതിൽ വന്നിട്ടില്ല. എങ്കിലും ബാക്കിയുള്ള മോഡൽസൊക്കെ തന്നെ വരുമ്പോൾ ഐഫോണിന് പോലും ഇത്രയും റേറ്റുള്ള ഫോൺസിന് പോലും കേടാവാനുള്ള സാധ്യത മാനുഫാക്ചറിൻ്റെ ആയിക്കോട്ടെ മോഡൽസിൻ്റെ ആയിക്കോട്ടെ കൂടുതലാണെന്നുള്ളത് ശരിക്കും ഐഫോൺ പ്രേമികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ കണക്കിൽ വരുന്നത് വേൾഡിലെ ബെസ്റ്റ് 3rd മാനുഫാക്ചറർ അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് മൊബൈലിൻ്റെ കാര്യത്തിൽ ഹുവാവെയാണ്. ഹുവാവയ്ക്ക് 3rd പൊസിഷൻ ഉണ്ടായിട്ട് പോലും ഇത്രയും ആൾക്കാർ യൂസ് ചെയ്തിട്ട് പോലും ഇതിൻ്റെ പെർസെൻറ്റേജ് കേടാകുന്ന പെർസെൻറ്റേജിൽ ഏകദേശം മാനുഫാക്ചർ ലെവലിൽ 4% വരുന്നുള്ളൂ. ടോപ്പ് വേഴ്സ്റ്റ് ഫോൺസ് ആ 10 ഹുവാവയുടെ ഒരൊറ്റ ഫോൺ പോലും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റ് കമ്പനീസിനെ വെച്ച് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഫോൺസിൻ്റെ ഈ ഫെയിലിയർ റേറ്റ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ഹുവാവയുടെ ഫോൺസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു വില കൊടുത്ത് ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീച്ചേഴ്സിനൊപ്പം തന്നെ എത്ര കാലം നമുക്ക് ആ ഫോൺ കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതും കൂടി ശ്രദ്ധിക്കാം. ഇപ്പോൾ എല്ലാവരും പുതിയ ബ്രാൻഡ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ മോഡൽസ് വരുമ്പോൾ ഫോൺ മാറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഫെയിലിയർ റേറ്റ് അവരെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ ഒരു ഫോൺ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങി കുറേ കാലം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഫെയിലിയർ റേറ്റ് കാര്യങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ഫോൺ സ്ലോ ആകുന്നതും മറ്റ് ഫങ്ഷൻസ് വേണ്ടതുപോലെ വർക്ക് ചെയ്യാത്തതും നിങ്ങൾക്ക് വളരെ വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്യും. ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഫോൺസ് ഇപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഏതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു കണക്ക് ഈ സർവീസ് സെൻറ്ററിലെ കണക്കുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്ത ഫോൺസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് ബ്ലാങ്കോ എന്ന് പറയുന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഞങ്ങളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോയിലുള്ള കണ്ടൻറ്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും എടുക്കുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ